എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. മധുരം ഈ ജീവിതം എന്ന സിനിമ തുടങ്ങുന്നത് കുറച്ച് കാലം മുമ്പ് ശ്രീലാലും മാത്യു സക്കറിയയും കൂടെ ഇങ്ങനൊരു പടം ചെയ്യുന്നു, ഇതിലെ ഈ കഥാപാത്രം ചെയ്യണമെന്ന് പറഞ്ഞ് എന്നെ സമീപിക്കുകയും അതിലെ കഥാപാത്രം എന്താണെന്ന് വിശദമായിട്ട് എന്നെ പറഞ്ഞ് മനസ്സിലാക്കി തരികയൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ ഈ സിനിമ തുടങ്ങുന്നത്. അപ്പോൾ എൻ്റെ പേരായിട്ട് അഭിനയിക്കുന്നത് വിനയപ്രസാദാണെന്നും പറഞ്ഞിരുന്നു. അങ്ങനെ ഒരു ശ്രീലാലിന് തോന്നിയ ചെറിയൊരു ചിന്തയിൽ നിന്നാണ് ഇതിൻ്റെ ഒരു കഥ രൂപപ്പെടുന്നത്. ഇതിനൊരു കഥ എന്ന് പറയാനായിട്ടത് അത്ര വലിയൊരു കഥയൊന്നുമല്ല. നമ്മളെല്ലാവരും ഫേസ് ചെയ്യുന്ന, നമ്മളെല്ലാവരും അനുഭവിച്ചിട്ടുള്ള, നമ്മളെല്ലാവരും കണ്ടിട്ടുള്ള, അല്ലെങ്കിൽ നമ്മളെല്ലാവരും നമ്മുടെ ജീവിതത്തിൽ തന്നെ ഉണ്ടായിട്ടുള്ള സംഭവങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു സിനിമയാണ്. അല്ലാതെ നമ്മളാരും കേട്ടിട്ടില്ലാത്തൊരു കഥയോ കണ്ടിട്ടില്ലാത്ത ഒരു സിനിമയോ അല്ല. നമ്മുടെ ജീവിതത്തിൽ എല്ലാവർക്കും ഇതിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. അതല്ലെങ്കിൽ ഇനി നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയൊക്കെ സംഭവിക്കും എന്ന് തോന്നുന്ന ഒരു സിനിമയാണ്. വളരെ ജീവിതഗന്ധിയായ ഒരു സിനിമയാണ്. പിന്നെ ശ്രീലാലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അങ്ങനെ ഒരുപാട് പണം കയ്യിലുള്ള, അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് പണം മുടക്കിയ ഒരു സിനിമ അങ്ങനെ ചെയ്യണമെന്നൊന്നും പ്ലാൻ ചെയ്തിട്ടുള്ള ഒരാളല്ല. അദ്ദേഹത്തിന് സിനിമയോടുള്ളൊരു പാഷൻ, അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ കഥ അദ്ദേഹം തന്നെ എഴുതി, അതിൻ്റെ തിരക്കഥ എഴുതി മാത്യു സക്കറിയ എന്ന് പറയുന്നൊരു പുതുമുഖ സംവിധായകനെ കണ്ടെത്തി ആ സിനിമ മെറ്റീരിയലൈസ് ചെയ്യണമെന്ന് ആഗ്രഹിച്ച് ഞങ്ങളെപ്പോലുള്ള കലാകാരന്മാരെ സമീപിക്കുകയും ആ സിനിമ ഞങ്ങളെല്ലാവരും ചേർന്ന് ഒരു അത്ര വലിയ ബഡ്ജറ്റിലുള്ള സിനിമയൊന്നുമല്ല, അങ്ങനെ എല്ലാവരും സഹകരിച്ചിട്ടാണ് ഇതിൻ്റെ ക്യാമറാമാൻ കൃഷ്ണ, ഇതിൻ്റെ എഡിറ്റർ കപിലൻ, അല്ലെങ്കിൽ ഇതിൻ്റെ മ്യൂസിക് ഡയറക്ടർ, ഇതിൻ്റെ ലിറിസിസ്റ്റ്സ്, അവർ 2-3 പേരുണ്ട്. ഇതൊക്കെ ശ്രീലാലിനോടും ഉള്ളൊരു ഇഷ്ടവും അടുപ്പം വെച്ചിട്ട് എല്ലാവരും കൂടെ ചേർന്ന് ഉണ്ടാക്കിയ ഒരു കൊച്ചു സിനിമയാണ്. അപ്പോൾ ഇതിനൊരു ഒരുപാട് അവകാശവാദങ്ങളൊന്നുമില്ല. നിങ്ങൾ കണ്ടിട്ടില്ലാത്ത, ഇതുവരെ മലയാള സിനിമയിൽ വന്നിട്ടില്ലാത്ത പുതിയ പ്രമേയമെന്നോ അങ്ങനെ ഒന്നും അവകാശപ്പെടാനില്ല. ഒരു സാധാരണ സിനിമ, സാധാരണ ഒരു ജീവിതം ആണ് ഇത് നമ്മൾ സ്ക്രീനിൽ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ ശ്രീലാലിനെ പല രീതിയിലും പലരും സഹായിച്ചിട്ടുണ്ട്. ഡോക്ടർ ശ്രീകുമാറിനെപ്പോലുള്ള ആളുകളുടെ എല്ലാം സപ്പോർട്ട് കൊണ്ടാണ് ഈ സിനിമ ഇന്ന് സ്ക്രീനിൽ എത്തിക്കാൻ സാധിച്ചിട്ടുള്ളത്. ഞങ്ങളോടൊപ്പം അഭിനയിച്ചിട്ടുള്ള ഞാനും വിനയം കൂടാതെ ഉചിത മേനോനുണ്ട്, ഗായത്രി അശോക് ഉണ്ട്, പിന്നെ ജോണി ആൻ്റണി, അങ്ങനെ ഒരുപാട് പേര് ഈ സിനിമയിൽ ചെറിയ ചെറിയ കഥാപാത്രങ്ങളാണെങ്കിലും ഇതിനകത്ത് വന്ന് നല്ല നല്ല വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ വളരെ കുറച്ച് ആളുകൾ ചേർന്നിട്ടുള്ള ഒരു, ബീരാകേഷ് പറഞ്ഞ പോലെ വലിയ താരനിരയൊന്നും ഇല്ല ഇതിനകത്ത്, താരങ്ങളല്ലാത്ത ചെറിയ ചെറിയ ആളുകൾ ചേർന്നുണ്ടാക്കിയ ഒരു കൊച്ചു സിനിമ ഈ അടുത്ത ദിവസം തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്.